ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ശരീരത്തിലെ അപ്പൻഡിക്സ് എന്ന അവയവഭാഗത്തെക്കുറിച്ച് ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ആർക്കും തന്നെ അറിവില്ല. കാരണം അപ്പൻഡിക്സിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് വൈദ്യശാസ്ത്രത്തിനും അറിയില്ല. മനുഷ്യർക്ക് മാത്രമല്ല, ഭൂമിയിലെ പല ജീവികൾക്കും ഇതുപോലെ ഉപയോഗമില്ലാത്ത അവയവങ്ങൾ അവയുടെ ശരീരത്ത് കാണപ്പെടാറുണ്ട്. പാമ്പുകളുടെ ശരീരത്തിലെ അസ്ഥികൾ, പറക്കാനാവാത്ത പക്ഷികളുടെ ചിറകുകൾ തുടങ്ങിയവയൊക്കെ ആ ഗണത്തിൽപ്പെടുന്നവയാണ്. ഒരു കാലഘട്ടത്ത് ഉപയോഗമുണ്ടായിരുന്നെങ്കിലും പിന്നീട് കാലക്രമേണ അവയുടെ ഉപയോഗക്കുറവ് മൂലം ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒരു ഘടകമായി മാറി ഇത്തരം അവയവങ്ങൾ. വെസ്റ്റിജിലിറ്റി എന്നാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്നത്. ശരീരത്തിലെ അവയവങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യന്റെ ചില നല്ല സ്വഭാവങ്ങൾക്കും ഈ വെസ്റ്റിജിലിറ്റി എന്ന അവസ്ഥ വന്നു ഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് കാണുമ്പോൾ പുഞ്ചിരിച്ചും പരസ്പരം സ്നേഹിച്ചും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മതത്തിൻ്റെയും ജാതിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ പേരിൽ ആ നല്ല പുഞ്ചിരിയും സ്നേഹവും എല്ലാം ജീവിതത്തിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു. ഉപയോഗിക്കാതെ കിടന്ന് അവയുടെ പ്രാധാന്യം ജീവിതത്തിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു. ഏത് വസ്തുവും കുറെ നാൾ ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ അത് ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുമെന്നതിന് സംശയമില്ല. ഇപ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ അറിയാത്തവരായി നാം മാറിപ്പോയിരിക്കുന്നു. ഒരു തരുമെങ്കിലും പുഞ്ചിരിയുടെ അംശം ജീവിതത്തിലുണ്ടെങ്കിൽ അത് പൊടി തട്ടിയെടുക്കണം. കാരണം നമുക്കല്ല, നമ്മെ കാണുന്നവർക്ക് അത് ഏറെ സമാധാനം നൽകുന്ന ഒന്നാണ്. പുഞ്ചിരി പോലെ ഒരാൾക്ക് പെട്ടെന്ന് സന്തോഷം പകരുന്ന മറ്റെന്തെങ്കിലും ജീവിതത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ സ്നേഹത്തിൻ്റെയും അടിസ്ഥാനം പുഞ്ചിരിയാണ്. ദിവസത്തിൽ രാവിലെ മുതൽ കാണുന്നവരോടൊക്കെ ഒന്ന് പുഞ്ചിരിച്ചു നോക്കൂ. ഒരു വലിയ മാറ്റം നമുക്കും കണ്ടെത്താനാകും. ലോകത്തെ മനുഷ്യർക്ക് മാത്രം ലഭിച്ചിരിക്കുന്ന പ്രത്യേക കഴിവാണ് പുഞ്ചിരി എന്നത്. അത് ഉപയോഗിക്കാതിരുന്ന് വെസ്റ്റിജിലിറ്റി എന്ന അവസ്ഥയിലെത്തിക്കുവാൻ ഇടയാകാതെ ശ്രദ്ധിക്കേണ്ടത് നാം തന്നെയാണ്. 3 ദാസന്മാരുടെ ഉപമയിൽ ഒരു താലന്ത് കിട്ടിയവൻ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. എന്നാൽ പിന്നീട് അത് അവനിൽ നിന്ന് എടുക്കപ്പെട്ട് ഉപയോഗിക്കുന്ന ദാസന് നൽകപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉപയോഗിക്കാതെ കിടക്കുന്ന എല്ലാ താലന്തുകളുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. കാണുന്നവരോട് സ്നേഹത്തോടെ പുഞ്ചിരിക്കുവാനും താലന്തുകളെ വർദ്ധിപ്പിക്കുവാനും സാധിക്കുക എന്നത് ബുദ്ധിയുള്ള ദാസന്മാരുടെ ലക്ഷണമാണ്. കഴിവുകളൊന്നും ഉപയോഗശൂന്യമായി മാറാതെ നിരന്തരം അവ ഉപയോഗിക്കുന്ന ബുദ്ധിയും സ്നേഹവും നിറഞ്ഞ നല്ല ദൈവമക്കളായി പുഞ്ചിരിയോടെ ജീവിക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സോദരനോടുള്ളതാം പകയെന്നിൽ നിന്നകറ്റാൻ എൻ്റെ ഹൃദയം നിർമ്മലമായി നീ ഒരുക്കിടണേ. എൻ പാപമെല്ലാം മായ്ക്കുവാൻ നിൻ രക്തത്താൽ എന്നെ കഴുകണേ. കാഴ്ചയായി ഞാനേകുന്നു